പൂർണ്ണ ഹൃദയത്തോടെ യഹോവയെ സ്തുതിക്കുക. വർഷിപ്പ് ഗാഡ് വിത്ത് ഓൾ യുവർ ഹാർട്ട്. ഇത് 138 സങ്കീർത്തനത്തിൽ നിന്നാണ് ഞാൻ എടുക്കുന്നത്. ഈ 138 സങ്കീർത്തനം 136 സങ്കീർത്തനത്തിൻ്റെ ഉത്തരമായിട്ട് കാണണം. അതായത് 136 സങ്കീർത്തനം യഹോവ നല്ലവനല്ലോ, അവൻ്റെ ദയ എന്നേക്കുമുള്ളത്. യഹോവ നല്ലവനല്ലോ, അവൻ്റെ ദയ ഏകനായി മഹാത്ഭുതങ്ങൾ ചെയ്യുന്നവൻ, അവൻ്റെ ദയ എന്നേക്കുമുള്ളത്. ഇങ്ങനെ ദൈവത്തെ നന്ദി പറയുന്ന ഭാഗമാണ് 136. ഈ 136 നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ 1 തൊട്ട് 3 വരെയുള്ള വാക്യങ്ങൾ ഹീസ് എ ഗ്രേറ്റ് ഗോഡ്. അതാണ് ആ ഭാഗമാണ് ഞാൻ എടുത്തത്. അവനൊരു വലിയവനായ ദൈവം, ഏകനായിട്ടും ദേവാദി ദൈവം, സർവശക്തനായ ദൈവം, പിന്നെ കർത്താദി കർത്താവ്. ഇങ്ങനെയൊക്കെയാണ് 136 1 തൊട്ടുള്ള 3 വരെ. എന്നാൽ 5 തൊട്ട് 9 വരെ ദൈവത്തിൻ്റെ സൃഷ്ടി, ഭൂമി മുഴുവനും സൃഷ്ടിച്ച അവൻ്റെ വാക്കുകളുണ്ടാണ്. ആകാശത്തെയും ചന്ദ്രനെയും വെള്ളത്തെ മാറ്റിയത് എല്ലാം ദൈവമാണ് സൃഷ്ടിച്ചതെന്നുള്ളതാണ്. 136 എടുത്ത് വായിക്കുന്നത് നല്ലതാണ്. പിന്നെ പറയുന്നത് 10 തൊട്ട് 22 വരെയുള്ള വാക്യം ഹീ ഈസ് ദി ഇസ്രായേൽസ് ഗോഡ് ആൻഡ് സേവിയർ. ഇസ്രായേൽ ജനതയുടെ ദൈവവും രക്ഷകനുമായിട്ടാണ് കാണിച്ചിരിക്കുന്നത്. 23 തൊട്ട് 24 വരെ ദൈവം വീണ്ടെടുപ്പ്, അവരുടെ വീണ്ടെടുപ്പുകാർ. അപ്പോൾ ഇസ്രായേൽ ജനതയുടെ തന്നെ ദൈവമാണെന്ന് ചോദിച്ചാൽ കറക്റ്റ് അല്ല. കാരണം ഒരു സെക്ഷനെ ദൈവം കാണിക്കുകയാണ് എക്സാമ്പിളായിട്ട് എടുത്ത്. കാരണം എല്ലാവരും ദൈവശബ്ദം കേൾക്കുന്നില്ല. അബ്രഹാമിനെ വിളിച്ച സമയത്ത് പലരെയും വിളിച്ച് കാണും, അവരാരും കേട്ടിട്ടില്ല. അബ്രഹാം മാത്രമേ വിശ്വസിച്ചുള്ളൂ, ഏറ്റെടുത്തുള്ളൂ. അതുപോലെ ഇന്നും ദൈവം തമ്പുരാൻ പലരെയും വിളിക്കുക. ഹീസ് ഓപ്പൺ ടു ഓൾ പീപ്പിൾ. ദൈവത്തിൻ്റെ സൃഷ്ടിയാണ് എല്ലാവരും. പക്ഷെ കേൾക്കാനുള്ള മനസ്സ് നമുക്കുണ്ടാകണം. അതുകൊണ്ടാണ് നമ്മൾ ഒരിക്കലും ഉദ്ദേശിക്കാത്ത സ്ഥലങ്ങളിൽ ദൈവത്തിൻ്റെ ആത്മാവ് പ്രവർത്തിച്ചാണ്. ഒരു മനുഷ്യൻ പിന്നെ ദൈവത്തിൻ്റെ ആത്മാവ് പറഞ്ഞു, ഈ കാട്ടിൻ്റെ, ഈ അടുത്തിടയ്ക്ക് എന്നോട് വന്ന് പറഞ്ഞു, അയാളോട് പറഞ്ഞു, ആരുമില്ലാത്ത ഒരു കാട്ടിൻ്റെ സ്ഥലത്ത് ചെന്നിട്ട് നീ കുറച്ച് വചനം പ്രസംഗിച്ചേച്ച് വരാൻ. എനിക്ക് തോന്നി എന്തൊരു ചോദ്യം. ദൈവം പറഞ്ഞ അനുസരിക്കുന്ന വ്യക്തിയാണ്, അങ്ങനെയുള്ളവരോടെ ദൈവം പറയത്തുള്ളൂ. അവൻ ആ കാട്ടിൽ ചെന്നിരുന്ന് കുറേ നേരം യേശുവിൻ്റെ രക്ഷയെക്കുറിച്ചൊക്കെ വിളിച്ച് പറഞ്ഞേച്ചു വരുന്നു. ഈ തോട്ട് ഹിംസെൽഫ്, ഇറ്റ് ഈസ് നോട്ട് നോർമൽ, ബട്ട് ദൈവം പറഞ്ഞനുസരിച്ച്. വർഷങ്ങൾക്ക് ശേഷം ആ മനുഷ്യൻ്റെ മുമ്പിൽ ഒരു മനുഷ്യൻ വന്നേച്ച്, ഒരു ബാലൻ, അവനവിടെ തന്നെ ഭയപ്പെട്ടിരുന്നിടത്ത് ഈ സുവിശേഷം ഇങ്ങനെ കേൾക്കുന്നു. അവന് ഒരു ജീവിതത്തിൽ എന്താ ഉദ്ദേശമില്ലാതെ, അറിയാൻ വയ്യാതെ ഭയന്നിരിക്കുന്നിടത്ത് ഈ ഒരു വചനം കേട്ടതോടെ യേശുവിനെ കാണുകയും അവൻ അതുമൂലം ക്രിസ്തുവിൻ്റെ അനുയായി മാറുകയും ചെയ്തു. അവൻ ദൈവത്തിന് ഏത് സാഹചര്യങ്ങളിലും ഉപയോഗിക്കാം, ഇല്ലേ? ദൈവം എത്യോപ്യയിൽ നിന്ന് വരുന്നുകൊണ്ടിരിക്കുന്ന ഷണ്ണന് രഥത്തിൽ പോയിക്കൊണ്ടിരിപ്പം ഫിലിപ്പിനോട് പറയുന്നു രഥത്തിനോട് ചേർന്ന് നീ നടക്കാൻ പറയുന്നത് എന്തിനാണ്? കാരണം ഇവിടെ ഒരാൾ ഐശയ്യ 53 വായിച്ചുകൊണ്ടിരിക്കുകയാണ്. അതോ ചോദിക്കുന്നത് ആരാണ്, ആരെക്കുറിച്ചാണ് എഴുതിയത്, നിനക്ക് വല്ലതും മനസ്സിലാകുന്നോ എന്ന് ഫിലിപ്പോസ് ചോദിക്കുന്നുണ്ട്. പറഞ്ഞു, അതെങ്ങനെ ആരെങ്കിലും പൊരുൾ തിരിച്ചു തരാതെ എങ്ങനെ മനസ്സിലാക്കും? ഉടനെ തന്നെ ഷണ്ണൻ പറഞ്ഞു, എന്നാൽ വാ എൻ്റെ കൂടെ കയറിയിരിക്കുക. അങ്ങനെ ഫിലിപ്പോസ് ഷണ്ണൻ്റെ കൂടെ രഥത്തിൽ കയറിയിരുന്ന് കർത്താവിൻ്റെ സുവിശേഷം മുഴുവൻ പറഞ്ഞു കൊടുത്തു. അവർ ഒരു സ്ഥലത്തായപ്പം ഷണ്ണൻ പറയുന്നു, വെള്ളം ഇവിടെ ഉണ്ടല്ലോ, എന്താണ് പിന്നെ തടസ്സം സ്നാനമേൽക്കുന്നതിന്? അങ്ങനെ അവിടെ നിർത്തി ഷണ്ണനെ സ്നാനമേൽപ്പിക്കുകയും സ്നാനം കഴിഞ്ഞ് വെള്ളത്തിൽ നിന്ന് പൊങ്ങി വന്നപ്പോൾ ഫിലിപ്പോസിനെ കണ്ടില്ല. ഷണ്ണൻ സന്തോഷത്തോടെ തൻ്റെ രാജ്യത്തിലേക്ക് തിരിച്ചു. എത്യോപ്യ രാജ്ഞിയുടെ ട്രഷററായിരുന്നു. പല പണസംബന്ധമായ സകല കാര്യം നിയന്ത്രിക്കുന്ന എന്ന് നമ്മൾ അന്ന് കാലത്ത് ഒരാൾ അനുസരണവും ചെയ്തുകൊണ്ട് എത്രയോ എത്യോപ്യയിലുള്ള മക്കൾക്ക് ദൈവത്തിൻ്റെ സത്യത്തെ മനസ്സിലാക്കാനിടയായി. നമ്മൾ മനസ്സിലാക്കേണ്ടത് കർത്താവ് എന്തു പറയുന്നു അത് അനുസരിക്കുക. അപ്പോൾ 136 ദൈവം നമ്മുടെ റിഡീമറാണ്, അവൻ നമ്മുടെ രക്ഷിതാവാണ്. പിന്നെ ലാസ്റ്റിലായിട്ട് വരുമ്പോഴത്തേക്ക് 25-26 ആകുമ്പോഴത്തേക്ക് സകല ജനത്തിൻ്റെയും as the great benefactor of the whole creation, God overall and is blessed forevermore. നമ്മൾ ആ ഭാഗം 25-26 ഇങ്ങനെയാണ് വായിക്കുന്നത്, സകല ജഡത്തിനും ആഹാരം കൊടുക്കുന്നവന് അവൻ്റെ ദയ എന്നേക്കുണ്ട്. സ്വർഗസ്ഥനായ ദൈവത്തിന് സ്തോത്രം ചെയ്യുവീൻ, അവൻ്റെ ദയ എന്നേക്കുള്ള സർവശക്തനായ ദൈവമാണ്. അപ്പോൾ ഈ 136 വായിക്കുമ്പോഴത്തേക്ക് നന്ദി കൊണ്ടങ്ങ് നിറയുകയാണ്. കാരണം ദൈവം ഇത്ര വലിയവനായ ഒരു ദൈവം എനിക്ക് വേണ്ടി കാര്യങ്ങൾ ചെയ്തു തരുന്നത്. നമ്മൾ മനസ്സുകൊണ്ട് ചിന്തിക്കുക. നമുക്ക് ഓരോരുത്തർക്കും കഴിവനുസരിച്ചാണ് പരീക്ഷണം വരുന്നത്. മെഷർ ഓഫ് ഫെയ്ത്ത് എന്ന, അതായത് വിശ്വാസത്തിൻ്റെ അളവ് വ്യത്യാസമുണ്ട്.
അതുകൊണ്ട് വിശ്വാസത്തിൽ കൂടുതലുള്ളവരെ കണ്ടിട്ട് നമുക്ക് ജലസി തോന്നണ്ട. വിശ്വാസം കുറവുള്ളവരെ കാണും. കാരണം ഓരോരുത്തർക്കും താലന്ത്, 5 താലന്ത്, 3 താലന്ത്, 1 താലന്ത് കൊടുക്കുന്നത് പോലെ വിശ്വാസത്തിൻ്റെ അളവ് വ്യത്യാസമുണ്ട്. അപ്പോൾ ആരെയും ചെറുതോ വലുതാക്കുന്ന കണക്കാക്കാതെ ദൈവം നമ്മളെ ഏൽപ്പിച്ച ജോലി 100% വിശ്വസ്തയോടെ ചെയ്യണം. അവിടെയാണ് നമുക്ക് മാർക്ക് കിട്ടുന്നത്. അത് നമ്മൾ ഈ കേരളത്തിൽ നിന്ന് ഞാൻ ഇംഗ്ലണ്ടിൽ പോയി ബാരിസ്റ്ററല്ലോ ഇംഗ്ലണ്ടിൽ പോയി പഠിച്ചു. അത് കഴിഞ്ഞിട്ട് പിന്നെ പല സ്ഥലങ്ങളിൽ ജോലി ചെയ്ത്, അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ അരാംകോയിൽ, സൗദി അരാംകോയിലാണ് ലാസ്റ്റിൽ സൗദിയിലാണ് ജോലി ചെയ്ത്. അപ്പോൾ അരാംകോയിലൊക്കെ ചെന്ന് കഴിയുമ്പോഴത്തേക്ക് നമ്മൾ ജീവിതത്തിൻ്റെ ഒരു പല ഘട്ടങ്ങളാണ് കണ്ടുവരുന്നത്. ദൈവത്തിൻ്റെ മഹത്വത്തെക്കുറിച്ച് നമ്മൾ കാണുകയാണ്. അവിടെ വെച്ചാണ് ഏറ്റവും കൂടുതൽ വചനം പഠിക്കാൻ ദൈവം ഇടയാക്കിയത്. അപ്പം പരിശുദ്ധാത്മാവ് നമ്മളെ പൗലോസ് കൊണ്ടുപോയി സൗദി അറേബ്യ നിർത്തിയതുപോലെ തന്നെ ആരും ഇല്ലാത്തടത്ത് പരിശുദ്ധാത്മാവ് തന്നെ വന്ന് നമ്മളെ വചനം പഠിപ്പിച്ചാണ്. അവിടെ നല്ല പ്രയർ ഗ്രൂപ്പുകളും ബൈബിൾ ക്ലാസ്സുകളും ഇഷ്ടം പോലെ അമേരിക്കൻസിൻ്റെ ക്യാമ്പസാണ് അരാംകോ എന്ന് പറയുന്നത്, അമേരിക്കൻ ഓയിൽ കമ്പനിയുടെ. അതിൽ നമ്മുടെ മെയിൻ ജോലി, സ്ത്രീകൾക്ക് ജോലിക്ക് പോകണ്ട, അപ്പോൾ നമുക്ക് പഠിക്കാൻ വെക്കും, വചനം പഠിക്കാം. അങ്ങനെയാണ് ജീവനുള്ള നിയമം പഠിപ്പിച്ചെടുക്കുക ദൈവം ചെയ്തത്. അങ്ങനെ ദൈവത്തെക്കുറിച്ച് പറഞ്ഞ ഈ സർവശക്തനായ ദൈവമാണ് എല്ലാം നിയന്ത്രിക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കി കഴിയുമ്പം ആ ദൈവമാണ് എൻ്റെ കാര്യങ്ങൾ ചെയ്തു തരുന്നത്. അപ്പം ഒരുപക്ഷെ നമുക്കെതിരായിട്ട് ഈ ലോകത്തിൻ്റെ പ്രസിഡൻറ്റ്, അമേരിക്കയുടേത്, ഇംഗ്ലണ്ടിൻ്റെ, ഇന്ത്യയുടേത്, രാജാവ് ഒക്കെ എതിരായിട്ട് നിന്നാലും നമുക്ക് പേടിക്കാനില്ല. കാരണം അതിലൊക്കെ ഉന്നതനായ ഒരു ദൈവം നമുക്കുണ്ട് എന്നുള്ള ബോധം വരുമ്പോഴാണ് ദൈവം അറിയാതെ ഒന്നും വരത്തില്ല. അവൻ ചുക്കാൻ പിടിച്ചിരിക്കുകയാണ്. ഞാൻ യാത്ര ചെയ്യുന്ന ആ വള്ളത്തിൻ്റെ ചുക്കാൻ അവൻ്റെ കയ്യിലായിരിക്കുന്നത്, അത്രയും മാത്രം. അപ്പോൾ ഞാൻ ഈ അരാംകോയിൽ ചെന്നപ്പോൾ ഞാൻ ഒരു കാര്യം പഠിച്ച ഒരു സത്യം ഞാൻ ഓർക്കുകയായിരുന്നു. അവിടെയൊക്കെ ഈ നീന്തൽ പഠിപ്പിക്കും ആളുകളെ. നീന്തൽ പഠിപ്പിക്കുന്ന നല്ല ട്രെയിനേഴ്സ് എഴുതാണ്. വെള്ളത്തിലിറങ്ങുക എന്ന് പറയുന്നത് നോട്ട് ആൻ ഈസി തിങ്. വെള്ളത്തിലെടുത്ത് ചാടുക എന്ന് പറയുന്നത്, വെള്ളത്തിൽ ചാടുന്ന ഇറ്റ്സ് എ ഡേഞ്ചറസ് തിങ് ആണ് സ്വിമ്മിങ് അറിയാൻ വയ്യെങ്കിൽ. അതുകൊണ്ടാണ് അമേരിക്കയിലൊക്കെ പിള്ളേരെ 3 മാസം തൊട്ടേ പിള്ളേരെ, അവർക്ക് മിക്കവർക്കും സ്വിമ്മിംഗ് പൂളുണ്ട്, പക്ഷേ വെള്ളത്തിൽ സ്വിമ്മിങ് ചെയ്യാൻ പഠിപ്പിക്കും. അപ്പം അവിടെ ചെല്ലുമ്പോൾ നമ്മുടെ മോനെ അവിടെ കൊണ്ട് നമ്മൾ പഠിപ്പിക്കുമായിരുന്നു, സ്വിമ്മിങ് പഠിപ്പിക്കും. അപ്പോൾ അവരുടെ കോമ്പറ്റീഷൻ എന്താണെന്ന് ചോദിച്ചാൽ ആ വെള്ളത്തിൽ ചാടുന്ന ഇവരുടെ പ്രായക്കാരുമായിട്ടുള്ള കോമ്പറ്റീഷൻ അല്ല അവർ നോക്കുന്നത്. കഴിഞ്ഞ വർഷവും കഴിഞ്ഞ മാസത്തിൽ നിന്ന് ഈ മാസം എത്രമാത്രം ഇമ്പ്രൂവ് ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം ഒരു സ്വിമ്മിംഗ് പൂളിൻ്റെ ഒരറ്റം തൊട്ട് മറ്റേ അറ്റം വരെ സ്വിം ചെയ്ത് വരാൻ 10 മിനിറ്റ് എടുത്തെങ്കിൽ ഒരു 6 മാസം കഴിയുമ്പോൾ നീ അത് 5 മിനിറ്റ് ആക്കിയോ? പിന്നെ എത്ര നിൻ്റെ കഴിവനുസരിച്ച് എത്ര മിനിറ്റിനകത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും നമുക്ക് സ്വിം ചെയ്യാൻ വെക്കും. അപ്പോൾ നമ്മളോട് തന്നെയാണ് കമ്പീറ്റ് ചെയ്യുന്നത്, അല്ലാതെ വല്ലവരോടും അല്ല. അപ്പോൾ എന്ത് സംഭവിക്കുന്നു ചോദിച്ചാൽ നമ്മൾ മറ്റുള്ളവരുടെ നോക്കി നമുക്ക് ജലസി വരുന്നില്ല. എന്നാൽ ഇവിടെ അങ്ങനെയല്ല. നമ്മളെല്ലാപ്പോഴും നമ്മുടെ കണ്ണ് മറ്റുള്ളവരിലേക്കാണ് വരുന്നത്. അതൊരു ഡേഞ്ചറസ് തിങ്ങാണ്. നമ്മളെ തന്നെ ഇമ്പ്രൂവ് ചെയ്യാണ്. ഇപ്പം ഞാൻ ആൽബിയ കോളത്തിൽ നിൽക്കുകയാണ്. 14 വർഷത്തോളം ഇപ്പം വചനം ഞാൻ TV കൂടെ തന്നെ പറയുന്നത്. അതിന് മുമ്പ് വചനം ഇഷ്ടംപോലെ എൻ്റെ ലോയ്ക്ക് പഠിക്കുന്നതിന് മുമ്പ് ഞാൻ പ്രസംഗിക്കുമായിരുന്നു. പക്ഷേ ലോ കഴിഞ്ഞിട്ടും കോടതി പ്രസംഗിക്കുമായിരുന്നു. അത് കഴിഞ്ഞപ്പോൾ നമ്മൾ ദൈവത്തിൻ്റെ വചനം എടുത്ത് പറയാൻ പറഞ്ഞതിനാൽ ദൈവം എന്നെ നിർത്തിയിരിക്കുക. അപ്പം വർഷങ്ങളോളമുള്ള ദൈവികമായ വളർച്ചയിലാണ് സത്യങ്ങൾ വിളിച്ചു പറയാനുള്ള കൃപ കിട്ടുന്നത്. അത് വേറൊരാൾക്ക് നോക്കുമ്പോൾ ചിലപ്പോൾ മനസ്സിലാകണമെന്നില്ല. നമ്മൾ മനസ്സിലാക്കിക്കുക എന്നുള്ളതല്ല, അവർ മനസ്സിലാക്കിയത് നല്ലതന്നെ, നമ്മൾ ദൈവത്തിന് നിരപ്പി നിൽക്കുന്നതെങ്കിൽ. പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ടത് കഴിഞ്ഞ വർഷത്തിൽ നിന്ന് ഞാൻ ഈ വർഷം ദൈവത്തോട് കൂടുതൽ അടുത്തിട്ടുണ്ടോ? ഇന്നലത്തേൽ നിന്ന് ഇന്ന് കൂടുതൽ അടുത്തിട്ടുണ്ടോ? ദിസ് ഈസ് ദ ക്വസ്റ്റ്യൻ. അതായത് ഇല വളരാതെ ഒരു വൃക്ഷം നിൽക്കുകയാണെങ്കിൽ വേരിനെന്തോ കുഴപ്പം പറ്റിയിട്ടുണ്ട്. വേരാണ് നമ്മളെ സസ്റ്റെയിൻ ചെയ്യുന്നത്. അപ്പം വി നീഡ് ടു ഗ്രോ. സാഹചര്യം ഇതായതുകൊണ്ട് എനിക്ക് വളരാനൊക്കത്തില്ലെന്ന് പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട്. കല്യാണം കഴിച്ചപ്പോൾ അവിടെ ചെന്ന് അവരുടെ വീട്ടിൽ അതായിരുന്നു ഇതായിരുന്നു. അപ്പോൾ പലരും എന്നെ വിളിച്ച് പറയും, മാഡത്തിൻ്റെ അടുത്തില്ല ഈ വീട്ടിൽ. ഒരു കൊച്ചെന്നെ കഴിഞ്ഞ ദിവസം വിളിച്ചു പറഞ്ഞു, എന്നെ ഇവർ വേണ്ടാത്ത പേരെല്ലാം വിളിക്കുന്നുണ്ട്, ഞാനിവിടെ നിൽക്കത്തില്ല, പോവുക എന്ന് പറയാം. ഞാൻ പറഞ്ഞു, മര്യാദയ്ക്ക് അവിടെ കാണാൻ നിൽക്കി കൂട്ടി, നീ അവിടെ അതൊരു കർത്താവിൻ്റെ ക്രൂശ് മരണത്തിൽ കർത്താവിനെ എല്ലാവരും അപഹസിച്ചില്ലേ, നിനക്കും അത് വന്നായിട്ട് നീയും അങ്ങനെ യേശുവിനെയാണ് പറയുന്നതെന്ന് വെച്ചിട്ട് നീ അവിടെ മര്യാദയ്ക്ക് നിൽക്കാൻ പറഞ്ഞു. ആ കുട്ടി അവിടെ നിൽപ്പുണ്ട്. കാരണം നമ്മുടെ ഒരു വാക്കായിരിക്കും ചിലപ്പോൾ അതിന് സമാധാനം കൊടുക്കുന്നത്. അങ്ങനെ ഓടാൻ നോക്കി എവിടം വരെ ഓടും നമ്മൾ. We need to know that we are standing with God. അപ്പോൾ ഈ 136-ൽ ദൈവത്തിന് നന്ദി പറഞ്ഞു കഴിയുമ്പോൾ 138 ആകുമ്പോൾ സ്തുതിപ്പാണ്.
സർവ്വലോകത്തിൻ്റെ അധിപതിയായ ദൈവം എനിക്ക് തുണയാണ്. അതുകൊണ്ടാണ് 138 വായിക്കുമ്പോൾ ഇങ്ങനെയാണ് തുടങ്ങുന്നത്: ഞാൻ പൂർണ്ണ ഹൃദയത്തോടെ നിനക്ക് സ്തോത്രം ചെയ്യും, ദേവന്മാരുടെ മുമ്പാകെ ഞാൻ നിന്നെ കീർത്തിക്കും, ഞാൻ നിൻ്റെ വിശുദ്ധ മന്ദിരത്തെ നോക്കി നമസ്കരിച്ച് നിൻ്റെ ദയയും വിശ്വസ്തതയും നിമിത്തം തിരുനാമത്തിന് സ്തോത്രം ചെയ്യും. നിൻ്റെ നാമത്തിന് മീതെയൊക്കെയും നീ നിൻ്റെ വാഗ്ദാനം മഹിമപ്പെടുത്തി. ഞാൻ എപ്പോഴും പറയുന്നൊരു വാക്യമാണ്, അവൻ്റെ പേരിന് ഉപരിയായിട്ട് അവൻ്റെ വാഗ്ദത്തം വിലപ്പെട്ടതായിട്ട് ദൈവം പറയുന്നു. അപ്പോൾ ഒരു വാഗ്ദത്തം പൊന്നിച്ചെടുക്കണം. വാഗ്ദത്തം നല്ലതുകൊണ്ട് അടുക്കുന്നുണ്ട് ഇതിനകത്തെല്ലാം മുത്തുകളാണ്. നല്ല കളറിൽ വെള്ള മുത്തുണ്ട്, ഡയമണ്ട്സ് ഉണ്ട്, കറുത്ത മുത്തുണ്ട്, പച്ച മുത്തുണ്ട്, പല കളറിലുള്ള ഡയമണ്ട്സ്. ഇതിലേതാണ് പിക്ക് ചെയ്യേണ്ടത് നിങ്ങളുടെ ചുമതലയാണ്. അപ്പോൾ 138 പറയുന്നത് പൂർണ്ണ ഹൃദയത്തോടെ ഞാൻ യഹോവയ്ക്ക് സ്തോത്രം ചെയ്യും. പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ശക്തിയോടും പൂർണ്ണ ആത്മാവോടും ദൈവത്തെ സ്തുതിക്കുകയാണ് പുതിയ കൽപ്പന. പുതിയ നിയമത്തിൽ 2 കൽപ്പനയെ തന്നിട്ടുള്ളൂ. 1, ദൈവത്തെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ശക്തിയോടും പൂർണ്ണ ആത്മാവോടും സ്നേഹിക്കുക. 2, നിൻ്റെ അയൽക്കാരനെ നിന്നെപ്പോലെ സ്നേഹിക്കുക. ഇത് രണ്ടും ശരിയായാലും എല്ലാം ശരിയാകും. അതിനകത്ത് 10 കൽപ്പന ഉൾക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ എപ്പോഴാണ് പൂർണ്ണ ഹൃദയം വരുന്നത്? ദൈവം ചെയ്ത നന്മകൾക്ക് നന്ദിയുള്ളവരായി തീരുക. ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ. അതാ 136 നന്ദി പറയുന്നതാണെങ്കിൽ 138 സ്തുതിക്കുകയാണ്, സ്തോത്രവും സ്തുതിയുമായിട്ട്. കർത്താവേ, സ്തോത്രമെന്ന യാഗവുമായിട്ട് നിൻ്റെ സന്നിധി. വേറൊന്നും നീ ചോദിക്കുന്നില്ലല്ലോ. ഇപ്പം എത്രയോ ലളിതമാക്കി ഞങ്ങൾക്ക് തന്നിട്ട് നന്ദിയുള്ള ഹൃദയം ക്രിയേറ്റ് ഇൻ മീ എ ന്യൂ ഹാർട്ട്. നന്ദിയുള്ളൊരു ഹൃദയം സൃഷ്ടിച്ചു തരണമേ. പുതിയൊരു ഹൃദയം സൃഷ്ടിച്ചു തരണമെന്ന്, നിർമ്മലമായൊരു ഹൃദയം സൃഷ്ടിച്ചു തരണം. അല്ലാതെ എങ്ങനെയാണ് വെച്ചാൽ അതുകൊണ്ട് ഞങ്ങൾ നിന്നോട് ചോദിക്കുക. നാഥൻ്റെ അടുക്കിലേക്ക് ഞങ്ങൾ ഓടി വരുമ്പം ഞങ്ങളുടെ ആവശ്യം നിന്നോട് അടുത്തിരുന്ന് ഈ വലിയവനായ ദൈവം എൻ്റെ അപ്പനായിട്ട്, എൻ്റെ മൂത്ത സഹോദരനായിട്ട്, എൻ്റെ പടയാളിയായിട്ട്, എൻ്റെ സേനയുടെ അധിപതിയായിട്ട്, എൻ്റെ രാജാവായിട്ട്, എൻ്റെ സഹോദരനായിട്ടൊക്കെ നിൽക്കുക എന്ന് പറയുമ്പം അത് ടേസ്റ്റ് ആൻഡ് സീ ദാറ്റ് ഗോഡ് ഈസ് ഗുഡ്. ദൈവത്തെ രുചിച്ചറിയണം. അവനവൻ ചെയ്യേണ്ടതാണ്. അവനവൻ വളരണം. മറ്റുള്ളവരെ നോക്കിയിട്ട് ഇവരതൊരുന്ന് വിധിക്കുമ്പോൾ നമ്മൾ ഓർക്കണം നമ്മളിലും ആ സ്വഭാവം ഉണ്ട് എന്ന്. അതുകൊണ്ട് വിധിച്ചുകൊണ്ട് സമയം കളയാതെ മറ്റുള്ളവരുടെ നന്മകളെ അതിൻ്റെ ആ യഥാസ്ഥാനത്ത് വേരാകുന്ന ക്രിസ്തുവിൽ നിർത്തി വളർത്തിയെടുത്ത് നിറച്ച് ഫലം കായ്ക്കുന്ന മക്കളാക്കി ഞങ്ങളെയും തലമുറകളെയും അതിൻ്റെ വചനം കേൾക്കുന്ന അനേക മക്കളെ ആക്കി തീർക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ വചനത്തിൻ്റെ കൂടെ നിൻ്റെ ശാന്തത ഒഴുകി വരുന്നതിന് നന്ദി പറയുന്നു. യുദ്ധം കഴിയുമ്പോൾ ഒരു ശാന്തത ഉണ്ടല്ലോ കർത്താവ്, അത് തരുന്നതിന് നന്ദി പറയുന്നു. പ്രാർത്ഥന കേട്ട് ഉത്തരം തന്നതിന് നന്ദി. യേശു ക്രിസ്തുവിൻ്റെ പുണ്യനാമത്തിൽ തന്നെ. ആമേൻ.